ഞാൻ പഠിച്ചത് ഡിഗ്രിക്ക് എക്കണോമിക്സ്, അതായത് മാക്സിമം യൂട്ടിലിറ്റി, അതായത് അതായത് ഇതും നമ്മൾ ഒഴിവാക്കണ്ട. ഒരു പശു നിന്നാൽ നമുക്ക് അത്രയും വരുമാനം. ഈ 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് മിച്ചം വെച്ച് കിട്ടിയ പൈസ കൂട്ടി വെച്ച് KSF ലീഡ് കുറി വിളിച്ചെടുത്ത് 2 കുറി KSF വിളിച്ചെടുത്ത് നമ്മൾ ആധാരം കൊടുത്ത് ആ പൈസ എടുത്ത് സൊസൈറ്റിയിൽ കുറി ഉണ്ടായി അതും എടുത്തിട്ടാണ് നമ്മൾ ഒരു രക്ഷയില്ല ചേച്ചിയുടെ കഥ കേട്ടിട്ട് 10 ലക്ഷം രൂപ. അതായത് ഈ ഡ്രസ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു കുടുംബത്തെ സാമ്പത്തികമായി കൈപിടിച്ചുയർത്താൻ സാധിക്കുന്ന ഒന്നാണ് പശു വളർത്തൽ. അപ്പോൾ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മേലടൂർ എന്ന സ്ഥലത്ത് സിന്ധു എന്ന വീട്ടമ്മയുടെ പശു ഫാമിലാണ്. ചേച്ചിയുടെ പശു വളർത്തലിന് തുടക്കം ഒരു പശുക്കുട്ടിയിൽ നിന്നാണ്. ഇന്ന് 20 പശു വരെ എത്തി നിൽക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു വീട്ടമ്മയായിരിക്കെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം നല്ലൊരു വരുമാനം ഈ ഒരു പശു വളർത്തലിൽ നിന്ന് ചേച്ചി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സിന്ധു എന്ന വീട്ടമ്മയുടെ പശു വളർത്തലിന്റെ തുടക്കം, ചേച്ചി എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തൽ ലാഭത്തിലേക്ക് എത്തിച്ചതെന്നുമാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? എൻ്റെ പേര് സിന്ധു. സ്ഥലം പറയാവോ? മേൽഡൂര്, അതായത് അന്നമറ്റ ഗ്രാമപഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലയിലെ അന്നമറ്റ ഗ്രാമപഞ്ചായത്തിലെ മേൽഡൂർ എന്നുള്ള സ്ഥലം. എത്ര വർഷമായിട്ടാണ് പശു വളർത്തൽ മേഖലയ്ക്ക്? ഇത് കൊറോണ സമയത്താണ് ഞങ്ങൾ ഒരു പശുക്കുട്ടീനെ മേടിച്ചത്. അതായത് ഒരു 6 മാസത്തെ പശുക്കുട്ടീനെ. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി വരുമ്പോൾ ജോലിക്ക് പോയി കൂടെ പണിയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് നമ്മളിതിനെ മേടിക്കുന്നത്. അതായത് കൊറോണ സമയത്ത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വെച്ച് അറ്റാക്ക് വന്ന ആൾക്ക്. അപ്പൊ അവിടെ നിന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിക്കാർ നമ്മൾ കയറ്റി വിട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പൊടിയുള്ള ഇതാണ്, കൺസ്ട്രക്ഷൻ വർക്കിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ പൊടിയുടെ പ്രശ്നമൊക്കെ ആകുമ്പോൾ അവരവിടെ നിർത്തില്ല. അതുകൊണ്ട് അവർ 10 ദിവസത്തിന് ശേഷം ഇങ്ങോട്ട് കയറ്റി വിട്ട് നാട്ടിൽ വന്നപ്പോൾ ഡ്രൈവറാണ് ആള്. അപ്പോൾ ആൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഡ്രൈവർമാർക്ക് അന്ന് ബസ് പണിയില്ല, വണ്ടികൾ ഓടണില്ല. അപ്പോൾ ആൾ എല്ലാ ജോലിക്കും പോകും. അതായത് കല്ല് ചോക്കാനാ, സിമെന്റ് കൂട്ടാനാ, അങ്ങനെ എല്ലാ പണിക്കും പോയായിരുന്നു. അങ്ങനെ ഒരു ദിവസം സിമെന്റ് പണിക്ക് പോയപ്പോൾ കൂടെ പോകുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കുട്ടീനെ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. അന്ന് 6 മാസേ ഉള്ളൂ. ആ കുട്ടീനെ നോക്കി വളർത്തി വലുതാക്കി നമ്മൾ കൊടുക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ വളർത്തിയത് കേട്ടോ. അന്ന് എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്? അന്ന് 16,500 കൊടുത്ത് നമ്മൾ ഈ 6 മാസത്തെ ഒരു കുട്ടീനെ മേടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ചെന പിടിപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ആൾക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് വരുമാനം വേറെ ഒന്നുമില്ലാത്തത് വന്നപ്പോൾ ആള് തിരിച്ചു പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഈ പശു പ്രസവിച്ചു. 2 വർഷക്കാലം ആൾ ഇവിടെ നിന്നിട്ടാണ് തിരിച്ചു പോണത്. അപ്പോഴേക്കും ഈ പശു പ്രസവിച്ചപ്പോൾ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഈ പശുവിന് നമുക്ക് ഒട്ടും വിലയില്ല. അപ്പൊ അന്ന് എത്ര രൂപയ്ക്ക്? 48 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. 16,500 നമ്മൾ മേടിച്ച് 1.5 വർഷക്കാലം നമ്മൾ നോക്കി. എല്ലാം കഴിഞ്ഞിട്ട് 48 രൂപയ്ക്ക് ചോദിച്ചപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചതിന് വില. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഭർത്താവിന് വയ്യാതായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വരുമാന മാർഗ്ഗമില്ല. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം പോലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. 2 വർഷക്കാലം നാട്ടിൽ നിന്നപ്പോൾ നമുക്ക് ഒരുപാട് ബാധ്യതകൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പശു നമുക്കൊരു വരുമാന മാർഗ്ഗമാണല്ലോ, അതിന് നമുക്ക് ജീവിക്കാം. ചെറിയൊരു കുറിയായാലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കല്ലോ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പശുക്കുട്ടീനെ വളർത്തി. ആ പശുവിനെയും കുട്ടീനെ നിർത്തി അതിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനം കൂട്ടി വെച്ച് സൊസൈറ്റിയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടാണ് അടുത്ത പശുവിനെ ഞാൻ മേടിച്ചത്. ഫസ്റ്റ് കിട്ടിയ പശു ക്രോസ് ബ്രീഡ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു ഇവിടെ ഇല്ല. ആ പശുവിനെ ഞാൻ കൊടുത്തു. മാളൂന്ന് വിളിച്ചിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര സ്നേഹം. എന്നെ കണ്ട മാന്ന് പറഞ്ഞ കറിയുള്ളത്. ഈ പറമ്പിലെ ഇവിടൊക്കെ തന്നെ കെട്ടിയിടും. പക്ഷെ അതിന് ചെന പിടിക്കാണ്ടായി. ചെന പിടിച്ചിട്ട് അബോർഷൻ ആയി പോയി. കുറേ പ്രാവശ്യം ഞങ്ങൾ നോക്കി, പക്ഷെ ഇല്ല. അപ്പൊ ഞങ്ങൾ കൊടുത്തു. അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ദാ നിൽക്കുന്ന ഒരു പുള്ളിപ്പശു ഉണ്ട് അവിടെ നിൽക്കുന്ന ആ പുള്ളിപ്പശു. അതിനെ ഞങ്ങൾ ഒരു 2.5 മാസത്തിൽ ഇപ്പൊ കൊണ്ടുവന്നു. അപ്പൊ ഇതാട്ടോ ഫാം. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറാം. ഇഡ്ഡലിയും ദോശയൊക്കെ തിന്ന് വളർന്നതാണ് അവള്. ദോശ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഇഡ്ഡലി, ദോശ, പഴം എന്ത് കിട്ടിയാലും അവള് കഴിക്കും. അവള് അന്ന് തുടങ്ങി ഇപ്പൊ ഞങ്ങളവിടെ വന്നിട്ട് 3ാമത്തെ ചെനയിൽ നിക്കാണ്. കുഞ്ഞ് 2.5 മാസത്തിൽ ഇപ്പൊ കൊണ്ടുവന്നാണ്. അതെയോ? എല്ലാം കുട്ടികളെ വളർത്തിയെടുക്കില്ല. കുട്ടീന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ഫാമിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നാണ് ഒരു കുട്ടീനെ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു കുട്ടീനെയും കൂടി കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇത് ചെനയായി. ഒരു കുട്ടീനെ കൊണ്ടുവന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഒരു പശുവിനെയും കൂടി മേടിച്ചു. അങ്ങനെ മേടിച്ചത് ഒരു 4-5 പശു വരെ ഞാൻ നിർത്തി. അപ്പൊ ആദ്യം കൊണ്ടുവന്ന പശുവിന് എത്ര ലിറ്റർ പാൽ? ആദ്യത്തെ പശുവിന് 8 ലിറ്റർ പാലാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ പറ്റും. ആളുടെ ഒരു ചെറിയ വരുമാനം നമ്മുടെ ഈ പൈസ മാറ്റി വെച്ചപ്പോൾ നമുക്ക് പശുക്കളെ മേടിക്കാനുള്ള ഒരു ഇത് കിട്ടി. പിന്നെ എല്ലാവരുടെ കയ്യിൽ നിന്ന് നമ്മള് കുറച്ച് പൈസ കിട്ടുമ്പോൾ സൊസൈറ്റിയിൽ നമ്മുടെ സെക്രട്ടറി ഉണ്ട്, സോമൻ എന്ന് പറയും, മിൽമേലെ സോമൻ ചേട്ടൻ നല്ലൊരു സഹായമാണ് നമുക്ക് ഇപ്പോഴും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു 10 രൂപ തായോ ചേട്ടാന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ മേടിക്കാനുള്ള പൈസ ആള് തരും നമുക്ക്. അങ്ങനെയാണ് ഞാൻ ഈ പശുക്കളെ ഭൂരിഭാഗം മേടിച്ചു കൂട്ടിയത്. അതായത് എനിക്കിപ്പോ എന്റെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ സോമൻ ചേട്ടൻ ഒരു 20 രൂപ താന്ന് പറഞ്ഞാൽ ആളെ നമുക്ക് 20 രൂപ തരും. അപ്പൊ നമ്മളൊരു പശുവിനെ മേടിച്ചു.
അതിന്റെ പാലിന്റെ കാശി നാളെ കുറേശ്ശെ പിടിക്കും, ഞാൻ അടുത്ത പശുവിനെ മേടിക്കും. അങ്ങനെ മേടിച്ചാണ് നമ്മളിപ്പോ. എത്ര പശുണ്ട് ഇപ്പൊ 20 പശുവിൽ വന്ന് നിന്നേക്കാണ്. ഇനി എനിക്ക് പശുവിനെ മേടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ 20 പശുവിൽ കൂടുതൽ ഇവിടെ വളർത്താൻ പറ്റില്ല നമുക്ക്. ഓക്കെ. അപ്പൊ ചേച്ചി ആദ്യ സമയത്ത് നമ്മള് ആ ഒരു പശുവിനെ വളർത്താൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലം തുടങ്ങി, ഞാൻ ജനിച്ചപ്പോ തുടങ്ങി എന്റെ വീട്ടിൽ എന്റെ അച്ഛന്റെ ജോലി ഇതായിരുന്നു. ഇരിഞ്ഞാലക്കുട പറ്റനല്ലൂര്. അപ്പൊ എന്റെ അച്ഛന് പശുക്കളെ മേടിക്കുക, വിൽക്കുക, പശുക്കളെ കറക്കാൻ പോവും, കറവ. അതുകൊണ്ടാണ് ഞങ്ങളെ 3 മക്കളെ പഠിപ്പിച്ചതും ഇപ്പൊ എന്റെ കല്യാണം നടത്തിയതും എല്ലാം അതുകൊണ്ടാണ് എന്റെ അച്ഛൻ ചെയ്തത്. ആ ഒരു ബന്ധം. അപ്പൊ എന്റെ അച്ഛൻ ചെയ്ത് നമുക്ക് നല്ലൊരു പരിചയമുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു സാറുണ്ട് ഹെൽത്ത് മൃഗാശുപത്രിയില്. ഭയങ്കര സഹായ, ഭയങ്കര സപ്പോർട്ടാണ്, ഇപ്പോഴും സപ്പോർട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാത്രി വേണേലും വിളിച്ച സാറ് വരും. സാറില്ലെങ്കിൽ ഈ വശത്ത് ഒരു പശുക്കളില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ഉണ്ട്, മൃഗ ഡോക്ടർ ഉണ്ട്, നല്ല ഡോക്ടർ മഞ്ജു. പക്ഷെ ആള് അകലെയാണ്, മുളങ്ങത്ത് ആ വശത്തുനിന്നാ വരണേ ഡോക്ടർ. മൃഗാശുപത്രിക്കാരുടെ ഒരു സപ്പോർട്ട് അതാണല്ലോ ഏറ്റവും വലുത്. ഏത് പാതിരാത്രിക്ക് നമുക്ക് വിളിച്ചാൽ ഓടി വരാനായിട്ട് അവരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ ഏറ്റവും പ്രശ്നം ഈ തൈലേറിയ, അനാപ്ലാസ്മ, നല്ലോണം പൈസ നമുക്ക് ചെലവാകും. പക്ഷെ നമുക്ക് അധികം അത് അറിയുന്നില്ല നമ്മള്. ഇപ്പൊ അതേ ഈ പശു പ്രസവിച്ച് കാൽസ്യം കുറഞ്ഞ് തളർന്നു വീണു. അയ്യോടാ. എന്നിട്ട് വെളുപ്പിന് തുടങ്ങി സാറിന്റെ സേവനം. ഡോക്ടർമാരെത്ര നേരമല്ലല്ലോ, സാറ് വന്ന് രാവിലെ തുടങ്ങി ഗ്ലൂക്കോസും സാധനങ്ങളൊക്കെ ചെയ്ത് എന്റെ പശു എണീറ്റു. 25 ലിറ്റർ പാലാ കറക്കണേ പശുവിന്. അത് പോയെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അറ്റാക്ക് വന്നേരെ. വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും നല്ല പശുക്കളിൽ ഒരാളാണ് ഇത്. മറ്റേ HF ഹൈബ്രിഡ് പശു അല്ലേ? ഇവിടെ വന്ന് 3 പ്രസവമായി. 3 പ്രസവമായ? 3ാമത്തെ പ്രസവമാണിത്. ഇപ്പോഴും 25 ലിറ്റർ പാലുണ്ട്. കാലത്ത് ഒരു 17-18ഓളം കിട്ടും, ഉച്ചക്ക് അതിൽ കൂടുതൽ കിട്ടും നമുക്ക് വേണമെങ്കിൽ. ഇതിപ്പോ എത്രാമത്തെ പ്രസവം? പക്ഷെ കുട്ടി ചത്തുപോയി. ഇതിപ്പോ ഒരു കുട്ടി ഉണ്ടായി, തളർന്നു വീണത് കുട്ടിയുടെ മേത്തായി പോയി. അയ്യോടാ. അതില് കുട്ടി ചത്തുപോയി. അപ്പൊ കൊറോണ സമയത്താണ് ചേച്ചി പശു വളർത്തൽ ആരംഭിച്ചത്. അപ്പൊ 1ൽ നിന്ന് 20 പശുവിലേക്ക് എത്തി. ഇത് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ വീട്ടമ്മ എന്ന് പറയാം. അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മകളുണ്ട്, ഒരു മകനുണ്ട്, പിന്നെ വയസ്സായ ഒരു അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ തനിച്ചാണ്. പക്ഷെ ഈ 1, 2, 3, 4 പശുവിനെ നിർത്തിയപ്പോ എനിക്ക് എന്റെ മകൾക്ക് സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പൊ അവൾക്ക് നടക്കാൻ പറ്റില്ല. നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായം വേണം. അപ്പൊ അവളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം. സ്കൂളിൽ കൊണ്ടുവന്നാക്കി ഉച്ചനേരത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ പോകണം. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പോകണം. അപ്പൊ എനിക്ക് ഈ പശുക്കളെ നോക്കാൻ പറ്റാതെ ആയി തുടങ്ങി. പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കറവയുടെ സമയത്തൊക്കെ എനിക്ക് സ്കൂളിലോട്ട് പോകണം. 3 മണിയാകുമ്പോൾ കൊണ്ടുവരാൻ പോകണം. അപ്പൊ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 പശു വരെ എത്തി നിന്നിരുന്നിടത്തുനിന്ന് ഒരു 2-3 പശുക്കളെയും കൂടി മേടിച്ചിട്ട് ഒരു ബായിനെ നമ്മൾ നിർത്തി. അവർക്ക് പൈസ കൊടുക്കാം. അപ്പൊ ഈ 6 പശു 8 പശു ആയപ്പോഴും അവരുടെ ശമ്പളം ഒന്നും നമുക്ക് തികയണില്ല. നമുക്ക് ഇങ്ങോട്ടൊന്നുമില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് മോളെ കോളേജിൽ ചേർത്തു. ഡിഗ്രിക്ക് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 2-2:30 കഴിഞ്ഞാൽ അവളെ കോളേജിൽ നിന്ന് കൊണ്ടുവരണം. രാവിലെ നമ്മൾ കോളേജിൽ കൊണ്ടാക്കണം. അപ്പൊ എനിക്ക് ഒട്ടും പറ്റാതെ ആയി തുടങ്ങി. എല്ലാം കൂടി നമ്മൾ ഒരാൾ തന്നെ ചെയ്യണ്ടേ. വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും ചെയ്യണം. മോനെ കൊണ്ടുപോകണം, അമ്മേനെ കൊണ്ടുപോകണം. അപ്പൊ എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒരു ബായിനെ നിർത്തി. അപ്പൊ ബായിയുടെ ശമ്പളം നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കണം. വെച്ച് കഴിഞ്ഞാൽ മോളെ ഡെയിലി കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ പെട്രോൾ അടിക്കാൻ തന്നെ വേണം നല്ലൊരു പൈസ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് ഇത്രയും നാളും പണിയെടുത്തതൊക്കെ നമ്മള് മകൾക്ക് വേണ്ടി ചെലവാക്കി. ഞങ്ങളുടെ കയ്യിൽ മിച്ചം വെക്കാനൊന്നുമില്ല. അപ്പൊ എന്നാലാവുന്ന ഒരു വരുമാനം എന്റെ ഭർത്താവിന് ഒരു സഹായം. ആ നിലയ്ക്കാണ് ഞാൻ എന്ത് വെച്ചത്, കുറച്ച് പശുക്കളെയും കൂടി മേടിച്ചു. അതായത് നമ്മുടെ കയ്യിലുണ്ടായ സ്വർണങ്ങളും ഒക്കെ കൊണ്ടുവച്ച് നമ്മള് മേടിച്ചു. പിന്നെ നമ്മൾ ഈ പശുവിനെ മേടിക്കാന്ന് പറയുമ്പോൾ നമ്മളറിയുന്നവര് നമുക്ക് സഹായിക്കാനുണ്ട്. പിന്നെ ഇതൊരു ജോലിയാണ്. ഞാൻ വെറുതെ ചെന്ന ഒരാളോട് 100 രൂപ ചോദിച്ചാൽ തരില്ല. ഇതെനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗം ഉണ്ടെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കും. പിന്നെ പശുവിനെ ഞാൻ സ്ഥിരം മേടിക്കാൻ തുടങ്ങിയപ്പോ അവര് പറയും, സിന്ധു ചേച്ചി നല്ല പശുക്കുണ്ടപ്പോ പൈസ പിന്നെ തന്നാ മതി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പശുക്കളിലേക്ക് മേടിച്ചു തുടങ്ങിയത്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നും പാല് ഒരേ ലെവലിലാണ് ഞാൻ മിൽമയിൽ അളക്കുന്നത്. അതായത് ഒരു പശുവിന് പാല് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പശുവിനെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പൈസ കൂടെ കുറച്ച് പൈസ കൂടി കൂട്ടി കൂടുതൽ പാലുള്ള ഒരു പശുവിനും കൂടി മേടിക്കും. നമുക്ക് പാലാണ് വേണ്ടത്. എന്താ വെച്ചാൽ എന്നാലാണ് നമ്മളുടെ ആ ഒരു സാധാരണ എല്ലാവരും പറയില്ലേ നഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് വരാതെ നോക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എന്റെ പശുക്കളെയൊക്കെ ഇപ്പൊ രാവിലെ എനിക്ക് ഒരു 165 ലിറ്റർ പാല്
ഉണ്ട്. അതിലൊരു 140 ലിറ്റർ പാല് ഞാൻ മിൽമേൽ അളക്കും, 25 ലിറ്റർ പാല് ഞാൻ ലോക്കൽ കൊടുക്കും. അത് ഞാൻ തന്നെ കൊണ്ടുപോകണം. ഞാൻ വണ്ടിയിലാക്കി ഞാൻ കൊണ്ടുപോയി വീടുകളിൽ കൊടുക്കും. വൈകിട്ട് ഒരു 100 ലിറ്റർ പാലിന്റെ അടുക്കെ ഞാൻ മിൽമേൽ കൊടുക്കും. ചേച്ചി അപ്പൊ പശു വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല. നഷ്ടമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പണിക്കാരനെ നിർത്തി ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അതായത് വെളുപ്പിനും 2:45 ബായി വരുമ്പോ ഒപ്പം ഞാനും കൂടും. അതായത് ബായി ഒരു സൈഡ് വൃത്തിയാക്കുമ്പോൾ ഞാൻ ഒരു സൈഡ് വൃത്തിയാക്കും. അപ്പോഴേക്കും ബായി ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞ ഉടനടി ബായി ഇവിടെ കറക്കായിരിക്കുമ്പോഴേക്കും ഞാൻ ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റാക്കും, തീറ്റയിടും. അപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7-8 മണിയോട് കൂടി ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു. അതെ അതെ. അപ്പൊ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർക്കും ബുദ്ധിമുട്ടില്ല. അവരുടെ കൂടെ നിന്നപ്പോൾ ഞാൻ പണിയെടുക്കും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് അതുകൊണ്ട് എന്താ അവർക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ആണ്. അതായത് മുതലാളി തൊഴിലാളി ബന്ധമില്ല. അവൻ ശരിക്കും മുതലാളി, ഞാൻ തൊഴിലാളി. അങ്ങനെയാണ്. സിന്ധു ചേച്ചി അത് എടുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുക്കും. നമ്മുടെ പശു അല്ലേ, നമുക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പറ്റി എനിക്കാണ് നഷ്ടം. അതെ അതെ. അപ്പൊ അവരുടെ കൂടെ ഒപ്പം പണിയെടുക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല സഹായമാണ് അവരെ കൊണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ചെയ്യും. പുല്ലായാലും ഇഷ്ടം പോലെ കൊണ്ടുവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കേണ്ട ജോലി ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവർ പോയി പുല്ല് നമ്മൾ പൈസക്ക് ഒന്നും മേടിക്കണില്ല. ഫുള്ള് അവർ ഈ പുറത്തെ പറമ്പുകളിൽ പോയി 2 നേരത്തേക്കും പുല്ല് വെട്ടിക്കൊണ്ടുവരും. വൈക്കോലിന്റെ ഒരു ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത്രയും സപ്പോർട്ടായി ബായുവാണ് ഇവിടെ. അതാണ്. അതായത് ഒരു പശുവിന് അസുഖം വന്ന് നമുക്ക് അറിയണ്ട. അവൻ തന്നെ ഒരുമാതിരി ചികിത്സ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ശരിയാക്കും. എന്ത് വേണമെന്ന് ഏത് പാതിരാത്രിക്കാണെങ്കിലും നമ്മളെ സഹായിക്കാൻ അത്രയും മനസ്സുള്ള ഒരു ബായ. ഇപ്പൊ എത്ര വർഷമായി? അവനിപ്പോ 3 വർഷം. ഇപ്പൊ എന്റെ മോള് ഡിഗ്രി ആയി. അതായത് ഫാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 പശു കഴിഞ്ഞപ്പോ ഞാൻ അവനെ നിർത്തി. അതായത് എന്റെ മോളെ ഡിഗ്രിക്ക് ചേർത്തിയപ്പോ ഞാൻ അവനെ നിർത്തി. അന്ന് തുടങ്ങി ഇന്ന് വരെ അവനെ കൂടി ഉണ്ട്. ചേച്ചി അപ്പൊ എങ്ങനെയൊക്കെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം? അമ്മേനെ നോക്കണം, ഒക്കെ നോക്കും. അതായത് 8 മണി കഴിഞ്ഞ് ഞങ്ങളുടെ പണി കഴിഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ പോയി മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മോളെ കോളേജിലാക്കി വീട്ടിലെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് തിരിച്ചു വന്നതിന് ശേഷം അടുത്ത പണി ഫാമിൽ ചെയ്യും. അത് കഴിഞ്ഞാൽ 2:30 വരെ ഞാൻ ഇവിടെ ഫാമിലുണ്ടാവും. ഫുൾ ടൈം കൂടി ഉണ്ടാവും. 2:30 ആകുമ്പോൾ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് മോളെ കൊണ്ടുവരാൻ പോകും. പിന്നെ തിരിച്ചു വന്ന് ഒരു 6 മണിക്ക് തിരിച്ചു ഇതിൽ കയറും. അതായത് 10:30 വരെ എനിക്ക് പണി. 10:30 വന്ന് പാല് കുപ്പികളൊക്കെ കഴുകി വൃത്തിയാക്കി കുളിച്ച് കിടക്കും. വെളുപ്പിന് 2:45 വീണ്ടും എണീക്കും. അപ്പൊ പശു ഒരിക്കലും നഷ്ടമല്ല. അല്ല, ഒരിക്കലും നഷ്ടമല്ല. അതായത് ഇന്ന് ഈ കാണുന്നത് എന്തും, അതായത് എന്റെ ഭർത്താവ് പറയുന്നത് ഞാൻ ഗൾഫിൽ നിന്നിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇതാണ് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം. പക്ഷെ ഇന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പശുവിൽ നിന്ന് ഉണ്ടായതാണ്. അതെ അല്ലേ? ഓക്കെ, എന്നാലും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എവിടെയാണ് പശു വളർത്തൽ തുടങ്ങിയത് നമുക്ക് കാണാം. അപ്പർ സൈഡ് ആട്ടോ. അപ്പൊ സ്റ്റാർട്ടിങ് ചേച്ചിന്റെ പശു വളർത്തൽ ആരംഭിച്ച ഈ ഒരു തൊഴുത്തിലാണ്, ഈ ഒരു ചെറിയൊരു തൊഴുത്തിലാണ് ഏകദേശം ഒരു 2 പശുക്കൾ നിർത്താവുന്ന രീതിയിൽ. അന്ന് 2 പശുവിനെ നിർത്തിയിരുന്നില്ല, ഒരു പശുവിനെ. അതായത് ഞങ്ങളുടെ മാളൂന് അത്രയും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തൊഴുത്തിൽ ഒരു പശുവായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ കെട്ടിയതാണ് ഞങ്ങളുടെ തൊഴുത്ത് വീടിന്റെ ബാക്കിൽ. കണ്ടോ, ഇവിടെയാണ് ആ പുള്ളിപ്പശു വളർന്നത്. അതെല്ലേ, ചാർത്തി എടുത്തിട്ടല്ലേ? അതിലാണ് പുള്ളിപ്പശു വളർന്നത്. അപ്പൊ ഒരു പശു വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ചെയ്താൽ മതിയല്ലേ? അത് മതി. ഒരുപാടാണ് തുടങ്ങിയത്. ഇവിടെ ഞാൻ ഷീറ്റൊക്കെ ഷീറ്റൊക്കെ അഴിച്ചാണ് ഇപ്പൊ ആ മതിലെല്ലാം അടിച്ചു കൊടുത്തേക്കുന്നത്. ഇതില് തുടങ്ങി, അത് കഴിഞ്ഞ് ഒരു പശുക്കുട്ടീനെ കൊണ്ടുവന്ന് അതില് തുടങ്ങി, പിന്നെ ഒരു ചെറുതിനെ കൊണ്ടുവന്ന് ഞാൻ ഇതില് കെട്ടി. അപ്പൊ കുറേശ്ശായിട്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പശുവിനെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടി. വെറുതെ ഷീറ്റൊന്നും ഇല്ലാതെ ടാർപ്പായ വലിച്ചു കെട്ടി ഇവിടെ കെട്ടി. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ആ തൊഴുത്തിലോട്ട് മാറിയത്. അങ്ങേ സൈഡിൽ തൊഴുത്തുണ്ട്, അവിടെ പണിതു. അവിടെ പശുക്കളുണ്ട്. അതെ, 1 2 3 തൊഴുത്ത്. അതായത് കുറേശ്ശെ കിട്ടിയ പൈസ. ഇത് 4 തൊഴുത്താണ്. ഇതും തൊഴുത്ത്. പിന്നീട് 1 2 3 അപ്പുറം 4 അത് തൊഴുത്ത്. വെള്ളടിക്കാനായിട്ട് ഇവർ തന്നൊരു പറമ്പാണിത്. പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്ന വാഴകളാണ് അതിൽ ഫുള്ളും കാണുന്നത്. എനിക്ക് വെള്ളം അടിക്കാൻ ഒരു സൗകര്യമില്ല. വെള്ളം കളയണ്ടേ, വേസ്റ്റ് വെള്ളം നമുക്ക് കളയണ്ടേ. അപ്പൊ നമുക്കത് കളയാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മൊത്തം വൃത്തിയാക്കി വാഴ വെച്ചു. ആ വാഴയുടെ കടക്കിലേക്ക്, അതായത് നമ്മൾ ജെറ്റ് വെച്ച് കുളിപ്പിക്കുമ്പോൾ നമുക്ക് നിസ്സാര വെള്ളത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. മോട്ടറല്ല നമ്മൾ അടിച്ച് കുളിപ്പിക്കുന്നത്. അപ്പൊ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ആ വാഴയുടെ കടയ്ക്ക് നമ്മൾ ആ വെള്ളം അടിച്ചു കളയും. അപ്പോ പക്ഷേ ഇതാണ് ഞങ്ങളുടെ കിണർ. ഇത് കണ്ടോ? അത് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കിണറ്റിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എല്ലാവരും പറയും കിണറ്റിലേക്ക് വെള്ളം, ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ കിണർ. ഓക്കെ, ഇപ്പൊ അടുത്ത തൊഴുത്ത് കാണാട്ടോ. ചേച്ചി അപ്പൊ കുറേശ്ശെ പൈസ എടുത്തിട്ടാണ് ഈ തൊഴുത്ത് പണിത് അല്ലേ? അതെ, രൂപിച്ച് കൂട്ടി വെച്ച് അന്നൊക്കെ നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് ചോദിച്ചാലും ആരും നമുക്ക് തരുമായിരുന്നു. അതിനൊരു കാരണം ഇതാണ്, നമ്മളിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള ഒരു വരുമാനം എന്നിൽ ഉണ്ടെന്നുള്ളത്
അറിയുന്നത് കൊണ്ട് അതായത് ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട വേണ്ട. അതുകൊണ്ട് ഇതാണ് അടുത്ത തൊഴുത്ത്. ഇതാണ് 4ാമത്തെ തൊഴുത്ത് എന്ന് പറയണത്. ഇതാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടിയ തൊഴുത്താണത് പഞ്ചായത്തിൽ നിന്ന്. ഇതിപ്പോ എത്ര വർഷം പണിതിട്ട്? ഇതൊരു 2 വർഷം അത്രേ ആയിട്ടുള്ളൂ. എന്റെ പശുക്കളുടെ ഇതുകൊണ്ട് തൊഴുത്ത് നശിച്ചു എന്നേ ഉള്ളൂ. ഒരു ഇടിച്ചു പൊളിച്ചവരുടെ കളി കൊണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലാണ് അവരെ നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കളിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഓടി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. പശുക്കളും അത്യാവശ്യം ഫ്രീ ആണ് അവര്. ഇത് നമ്മള് തമിഴ്നാട് പശുവാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളിൽ ഒരാളെ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അവര് നാട്ടിലാർക്കോ വിറ്റിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചെനയിൽ നമ്മൾ മേടിച്ചു കൊണ്ടുവന്നതാണ്. ചെനയിൽ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾക്ക് വില നല്ലോണം ഉണ്ട് ഞങ്ങളുടെ അവിടെ. അതായത് സാധാരണ നിങ്ങൾ പാലക്കാട് ആ വശത്തൊക്കെ പോകുമ്പോൾ പശുവിന് വിലയില്ല എന്ന് പറയില്ലേ, പക്ഷെ ഈ ഒരു പശുവിന് 5 മാസം ചെനയിൽ 80,000 രൂപ കൊടുത്തു നമ്മള്. അത്രയും പൈസ കൊടുത്താണ് ഇവിടെ പശു ഭയങ്കര വിലയാണ്. ഇവിടെ പശു ഇത് നമ്മൾ ആലുവയിൽ ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് പോയി കൊണ്ടുവന്ന പശുവാണ്. പക്ഷെ ഇതിന് വിലയില്ല, 50,000 രൂപ കൊടുത്തിട്ടുള്ളൂ. അതായത് 3ാമത്തെ ചെനയാണ്. 8 മാസം 20 ദിവസമായിട്ടുണ്ട്. ഇനി ഇതും ചെനയാണ്. ഇത് നമ്മൾ മുമ്പത്തെ എൻ്റെ ആദ്യത്തെ പശുക്കളിലുള്ളതാണ് 3ാമത്തെ ചെന നിൽക്കണത്. എനിക്കിവിടെ ഒരു നല്ലൊരു സുഹൃത്തുണ്ട് പശു കച്ചവടം നടത്തുന്നത്, സേവിയർ എന്ന് പറയും, കല്ലൂര്. ആളാണ് എനിക്ക് പശുക്കളെ തരുന്നത്. ഒരു നല്ല പശുവിനെ കിട്ടിയ സിന്ധു ചേച്ചി കൊണ്ടക്കോന്ന് പറഞ്ഞ് നമുക്ക് തരും. ആ പശുവിൽ നിന്നാണ് ഇത്രയും എനിക്ക് മെച്ചുണ്ടായേക്കണത്. ഒരു പശു പോലും പോയിട്ടില്ല. എല്ലാ പശുക്കളും, ആ പശുക്കളെ ഞാൻ ഇന്നും കൊടുത്തിട്ടില്ല. എൻ്റെ ഉണ്ടോ എല്ലാം ഉണ്ട്. ഇത് അതിലൊരു പശുവാണ്. 3ാമത്തെ പ്രസവമാണ് ഇവിടെ വന്നിട്ട്. അപ്പൊ ഇവള് വേറെ. ഇതിപ്പോ 2ാമത്തെ ചെന. വീട്ടിൽ വന്ന് ഒരു പ്രസവം കഴിഞ്ഞു. ഇതിപ്പോ 2ാമത്തെ ചെനയാണ്. 8.5 മാസം എത്തിയിട്ടുണ്ട്. ഓക്കെ ചേച്ചി, ഒരു വീട്ടമ്മയല്ലേ, അപ്പൊ ഈ പശുക്കളെ സെലക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? സെലക്ട് വീട്ടന്മാര് പറ്റിക്കപ്പെടാം, അങ്ങനെയൊക്കെ വരാം. ഞാൻ ഒരിക്കലും പറ്റിക്കപ്പെട്ടിട്ടില്ല. അതായത് ഞാൻ ചെന്ന് കാണുമ്പോ എന്റെ മനസ്സിൽ ആ ഒരു പശുവിന് ഒരു രൂപം ഭാവമൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞു? ഞാനത് ചെന്ന് കാണുമ്പോൾ നമുക്കൊരു തുണിക്കടയിൽ ചെല്ലുമ്പോൾ ഒരു ഡ്രസ്സ് കണ്ടാൽ നമുക്ക് അതിനൊരു ഭംഗി തോന്നില്ലേ എന്ന് പറഞ്ഞ പോലെ പശുവിനെ കാണുമ്പോൾ ഞാൻ പശുവിന്റെ മടി നോക്കും. മൊത്തത്തിൽ പശുവിന് ഒരു ഭംഗിയാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇന്നേ വരെ അത് ഇപ്പൊ ഒരുമാതിരി എല്ലാവരും പശുവിനെ മേടിക്കാൻ വരുന്ന ഒരു സിന്ധു ചേച്ചി ഒന്ന് സെലക്ട് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. എത്രയോ ആൾക്കാരെ ഇപ്പൊ വരണേന്ന് അറിയാൻ പശുവിനെ കുറിച്ച് അറിയാൻ. അതെല്ലേ, ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ്, നല്ല അത്യാവശ്യം പാലുൽപാദനമുള്ള പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ. നമ്മൾ അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത് തന്നെ. അതില് 5 പശുവിനെ ഞാൻ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ 4 പശുവേ ഉള്ളൂ. ഇതിലാണ് ഞാൻ പിന്നീട് 4 പശുവിനെ കിട്ടിയിരുന്നത്. പിന്നീട് ഒരു പശുവിനെ ഞാൻ ഇവിടെയും കിട്ടി. അതായത് ഞാൻ പഠിച്ചത് ഡിഗ്രിക്ക് എക്കണോമിക്സ്, അതായത് മാക്സിമം യൂട്ടിലിറ്റി. അതായത് ഇതും നമ്മൾ ഒഴിവാക്കണ്ട. ഒരു പശു നിന്നാൽ നമുക്ക് അത്രയും വരുമാനം. അതുകൊണ്ട് ഞാൻ ഇവിടെയും കിട്ടിയ ഒരു പശുവിനെ ഇപ്പോഴാണ് നമ്മളത് അവസാനിപ്പിച്ചേക്കുന്നത്. അതായത് അന്നൊന്നും നമ്മുടെ ഇവിടേക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരും നമ്മളോട് നല്ല സഹകരണമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് എനിക്കറിയില്ല. ഇത് എത്ര സെന്റ് ഉണ്ട്? ഇത്രയും സ്ഥലം 12 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്താണ് ഇത്രയും തൊഴുത്ത്. 4 തൊഴുത്തോ ഇതില്ലേ? 4-5 തൊഴുത്ത്, അതായത് വീടോട് ചുറ്റും തൊഴുത്ത്. ഓക്കെ. അപ്പൊ ഉള്ള സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗിച്ച് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ഞാൻ പശുവിനെ വളർത്തി. എന്നിട്ട് ഇതിൽ നിന്നാണ് ഞാൻ അതിലേക്ക് പോയേക്കുന്നത്. ചേച്ചി, അപ്പൊ ഇത് എങ്ങനെയാണ് മറ്റൊരു സ്ഥലം വാങ്ങിച്ചത്? ഈ സ്ഥലം ഇത് അല്ല ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ പശുക്കൾ ഇത്രയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു സ്ഥലം വേണം. അതായത് ഇപ്പൊ നമുക്ക് സ്ഥലം കുറവാണ്. അപ്പൊ ഒരു സ്ഥലം മേടിക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോ അതിനായി നമ്മൾ KSF-ൽ കുറികളൊക്കെ ചേർന്ന് വെച്ചു. സൊസൈറ്റിയിൽ കുറി ചേർന്നു. അതൊക്കെ ചേർന്ന് നമ്മുടെ ചെറിയ കുറച്ച് സ്വർണ്ണങ്ങൾ അതൊക്കെ കൂട്ടി വെച്ച് നമുക്കൊരു സ്ഥലം മേടിക്കാം എന്നൊരു പദ്ധതി ഇട്ടപ്പോൾ നമ്മൾ സ്ഥലം മേടിക്കാൻ പോയത് ഇവിടെയല്ല. ഈ സ്ഥലമല്ല മേടിക്കാൻ ഉദ്ദേശിച്ചത്. വേറൊരു സ്ഥലത്താണ് സ്ഥലം മേടിക്കാൻ പോയത്. ഇവിടുന്ന് കുറച്ച് ദൂരെ പോകുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി 30 സെന്റ് സ്ഥലം നമുക്ക് 95,000 രൂപ വെച്ച് ഒരു സെന്റിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം ചെന്ന് നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ആള് പറഞ്ഞു, സ്ഥലം നിങ്ങൾ ഫാം പണിയാനാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേടിക്കണ്ട, ഞങ്ങളിവിടെ ഫാം പണിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതായത് 30 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നല്ലൊരു ഏരിയയാണ്. ഇത് ഏകദേശം 32 ഉള്ളൂ മൊത്തം. ഇത് ഫുള്ള് അറ്റം വരെ 32 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ഏരിയ ആണ്. നമ്മൾ ഇതിലും വൃത്തിയായിട്ട് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യായിരുന്നു, മതിലൊക്കെ കെട്ടി. പക്ഷെ ആ ആള് പറഞ്ഞു, തുടക്കത്തിലേ നമ്മളോട് പറഞ്ഞു ഇവിടെ ഫാം അനുവദിക്കില്ല, ഫാമിനായിട്ട് നിങ്ങളുടെ സ്ഥലം മേടിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പശുക്കളുണ്ടെന്ന് ആൾക്ക് അറിയാം. അപ്പം ഞാൻ മേടിക്കുന്നത് അതിനായിരിക്കും അവർക്കറിയാം. അതുകൊണ്ട് തുടക്കത്തിലേ അവരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സ്ഥലത്തിന് കൊടുത്ത അഡ്വാൻസ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് സ്ഥലം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരാളെ എതിർത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകണ്ടല്ലോ എന്ന് വേണ്ടെന്ന് പറഞ്ഞു.
അതിനുശേഷമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും നോക്കിയപ്പോൾ എൻ്റെ മോളെയും ഇട്ടുകൊണ്ട് ഞാൻ അവിടെ സ്ഥിരം പോവാന്ന് വെച്ചാൽ നടക്കില്ല, ദൂരെ പോയാൽ എനിക്ക് പറ്റില്ല, പക്ഷെ എൻ്റെ മോളെ നോക്കണ്ടേ. അതെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് കൊടുക്കണു എന്ന് പറഞ്ഞപ്പോൾ ഇത് 1 സെൻറ്റ് സ്ഥലം 2.5 ലക്ഷം രൂപ കൊടുത്തു നമ്മൾ. ഇത് 11.5 സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ ഏകദേശം 30 ലക്ഷം രൂപയോളം നമുക്ക് ചിലവായി. അതെ അല്ലേ. ഓ, ഈ 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് മിച്ചം വെച്ച് കിട്ടിയ പൈസ കൂട്ടി വെച്ച് KSF ലീഡ് കുറി വിളിച്ചെടുത്ത് 2 കുറി KSF വിളിച്ചെടുത്ത് നമ്മൾ ആധാരം കൊടുത്ത് ആ പൈസ എടുത്ത് സൊസൈറ്റിയിൽ കുറി ഉണ്ടായി, അതും എടുത്തിട്ടാണ് നമ്മൾ ഇത് മേടിച്ചത്. ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൊരു ഫാം പണിയണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതായത് ഞാൻ എന്നും മിൽമയിൽ പണ്ട് പാലളക്കാൻ പോകുമ്പോഴേ ഒരു സോണി വർഗീസ് എന്ന് പറഞ്ഞൊരാളുണ്ട്. ആള് പാലളക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാനുകളുടെ പാല് കൊണ്ടുവരും. അതായത് 100-140 ലിറ്റർ പാലൊക്കെ കൊണ്ടുവരും. അപ്പൊ എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഇതുമാതിരി പാല് എനിക്കും അളക്കണം ഒരു ദിവസം. അതെയോ? ആ സ്വപ്നം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ പശുക്കളെ മേടിച്ച് കൂട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ എത്ര എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ സാധിച്ചു. പക്ഷേ എല്ലാവരുടെ സഹകരണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫാം അല്ല ഉദ്ദേശിച്ചിരുന്നത്. അതായത് അധികം പൈസ ചെലവില്ലാതെ എനിക്കൊരു കുറി ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ 3 ലക്ഷം രൂപയുടെ. ആ കുറിയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഇതൊക്കെ വെച്ച് കെട്ടി ഷീറ്റിട്ട് അങ്ങനെ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ സാറുണ്ട്, ഹരീഷ് ബാബു സാറ്, ഞാൻ പറഞ്ഞിട്ട് വെറ്റിനറിയിലുള്ള സാറ് പറഞ്ഞു, ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യാം സിന്ധു, ലോങ് ടൈം ഇത് എന്നായാലും ഉപകാരത്തിലുള്ളതാണ്. ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു പോകും, ദ്രവിച്ചു പോകും. പിന്നെ വീണ്ടും ചെയ്യുമ്പോൾ സിന്ധുവിന് അത് പൈസ മുടക്കാം, എന്തായാലും സിന്ധു ചെയ്യണുണ്ടല്ലോ, അപ്പം അത് വൃത്തിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അപ്പം ആലോചിച്ചപ്പോൾ ശരിയാന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഷീറ്റ് ഓല വേണ്ട, ഒന്നും വേണ്ട എന്ന് വെച്ച് കൊടുക്കുന്നത് വൃത്തിയായിട്ട്. ഇനി ഇതുമ്മ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത്. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മാത്രം പോരാ, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത്. എന്നാല് ഞാനൊരു പശുവിനെ വളർത്തുന്നത് കൊണ്ട് എനിക്ക് കുറെ കാശുണ്ടാക്കിയിട്ട് മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും മുതൽ മുടക്കില്. ഇത് എത്ര ലക്ഷം രൂപയുടെ? 10 ലക്ഷം രൂപ നമുക്ക് ചെലവായി. 10 ലക്ഷം ഒരു രക്ഷയില്ല ചേച്ചിയുടെ കഥ കേട്ടിട്ട്. 10 ലക്ഷം രൂപ. അതായത് ഈ ഡ്രസ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ കമ്പിക്കൊക്കെ ഒരുപാട് വിലയുള്ള സമയമായിരുന്നു. ഇപ്പൊ ഈ വേനൽക്കാലം, മെയ് മാസം, ജൂൺ മാസം, അതുകൊണ്ട് തന്നെ പൈസ നല്ലവണ്ണം നമുക്ക് ചെലവായി. പക്ഷെ ഇപ്പോഴും ഈ ഷീറ്റ് തന്ന ചേട്ടനെ ഞാൻ പൈസ കൊടുത്ത് അവസാനിപ്പിച്ചിട്ടില്ല. അതെല്ലേ? അതും നമുക്ക് കടം തന്നത്. ഒറ്റയ്ക്ക് നിന്നോട്ടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഒറ്റയ്ക്ക്. നമുക്ക് അഭിമാനപൂർവ്വം പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനനുസരിച്ച് സിന്ധു ചേച്ചി തന്നാൽ മതിയിട്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് എന്തായി, ഇതുവരെ ചെയ്തു. സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. സ്വപ്നം, എന്റെ സ്വപ്നം എന്ന് പറയാ ഇത്. അതെല്ലേ? വന്നാലും നമുക്ക് ഫാം ഒന്ന് കാണാം. വാ, ഇതാണ് ചേച്ചിയുടെ പശുക്കള്. ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ട് ചേച്ചി? ടോട്ടൽ 16 പശുക്കളുണ്ട്. ഈ സൈഡിൽ 8 പശു, ഈ സൈഡിൽ 8 പശു. ഇതൊക്കെ ഇപ്പൊ മേടിച്ച പശുക്കളാണ് കേട്ടോ. ഇതാണ് എന്റെ ഇവിടെ ഉണ്ടായിരുന്ന പശുക്കളാണ് കേട്ടോ. ഈ 1, ആ കിടക്കുന്ന 2, 3, ഇവര് 3 പേരും എന്റെ പഴയവരിലുള്ളതാണ്. പഴയവരിൽ എത്ര ലിറ്റർ പാലുണ്ട്? പഴയവരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ, അതായത് ഈ വശത്ത് നിൽക്കുന്നവരെല്ലാവരും 10 ലിറ്ററിൽ മേലെ പാല് കിട്ടുന്നവരാ. ആവറേജ് 10 ലിറ്റർ മേലെ കിട്ടുന്നവരാ. വില മാത്രം ഞങ്ങളോട് ചോദിക്കരുത്. 1.10, 1,10,000 രൂപ കൊടുത്ത പശുവാണ് നിൽക്കുന്നത്. ചേച്ചി നമ്മൾ മുടക്കാൻ തയ്യാറായി നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും കണ്ട് ഞാൻ വില പേശിയിട്ടില്ല. പറഞ്ഞ പൈസ കൊടുത്തു, കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇത് 75,000 രൂപയ്ക്ക് ചെന്നൈയിൽ കൊണ്ടുവന്ന തമിഴ്നാട് പശു. ഇതെന്റെ പശു കുട്ടി, 2.5 മാസം എത്തി പശു, കിങ്ങിണി. ഇതാണ് എന്റെ ജാനു. എല്ലാത്തിനും പേരിട്ടുണ്ട്. ജാനു. പുതിയവർക്കൊന്നുമില്ല, പഴയവർക്കൊക്കെ പേരുണ്ട്. അതായത് ഇത് കാത്തു. ഇതാണ് എന്റെ 3ാമത്തെ പശു. ചെനയാണ് അവള്. എന്തോ ഒരു ക്ഷീണം ഉണ്ട് അവൾക്ക്. ചെനയാണ്ടായിരിക്കും, എന്തോ ഒരു ക്ഷീണത്തിലാണ് ആള്. പിന്നെ അടുത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡോ ചേച്ചി? ഇതൊക്കെ പുറത്തുനിന്ന് പുതിയത് മേടിച്ച പശുക്കളാ. പഴയ പശുക്കള് ആരും ഇല്ല അതിൽ. ഇവള് മാത്രമേ ഉള്ളൂ എന്റെ പഴയ പശു. ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്? ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ അതിന്റെ ഒരു ബാഡ്ജ് ഉണ്ട്. ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരുമാതിരി ചെയ്യുന്ന പുതിയവർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായി പഴയവരൊക്കെ ഞാൻ ഇൻഷുർ ചെയ്തേക്കുന്നതാ. എന്തായാലും ചേച്ചി മുൻകരുതൽ എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുള്ളത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയ മെഡിക്കൽ സ്റ്റോറാണ്. അതായത് അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ
ചെറിയ ചെറിയ ഐറ്റംസിൽ കൊടുക്കും. അത് നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കുകയാണ്. അതായത് സാറ് നമ്മളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്നത് കൊടുക്കാം. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പശുക്കൾക്ക് ഗ്യാസ് കയറി വയറ് വീർക്കാം, അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സാറ് ഏത് പാതിരാത്രിക്ക് നമ്മൾ വിളിച്ചവിടെ വരാൻ തയ്യാറായിരിക്കാണ്. ഇനിയിപ്പോ രാവിലെ നമ്മൾ വിളിച്ചില്ലെങ്കിൽ നമ്മളോട് വിളിച്ച് അന്വേഷിക്കും, സിന്ധു ഇന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നാലും ഒന്ന് വന്ന് നോക്കിപ്പോ. അങ്ങനെ സപ്പോർട്ട് അതുകൊണ്ടാണ് ഇന്ന് നിലനിന്ന് പോണേ. ഞങ്ങളുടെ ഈ വശത്തെ എല്ലാ ഫാമുകളും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു കാർഷിക മേഖലയാണ്. എല്ലാവരും, അതായത് ഒരു വീട്ടിൽ ഒരു പശുവെങ്കിലും ഇല്ലാത്തൊരു വീടില്ല, സത്യത്തിൽ അതാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എത്രത്തോളം പാലുൽപാദനം ഉണ്ട് ചേച്ചി? ഇതിപ്പോ രാവിലെ എനിക്കൊരു 165, 170 ലിറ്റർ പാലുണ്ടാവും. 16 പശു. അവരൊക്കെ ചെനയാണ്. ഇപ്പൊ നമ്മൾ കറവ് നിർത്തിയേക്കുന്നതാണ്. വൈകിട്ട് ഒരു 90-98 ലിറ്റർ പാല് വൈകിട്ട് നമുക്ക് കിട്ടും. വീടുകളിൽ എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. വീടുകളിൽ ഇഷ്ടംപോലെ പാല്, മോളുടെ കാര്യങ്ങൾ ചെയ്യണം, മോനെ വിടണം, നമുക്ക് കിട്ടില്ല. എന്നാലും ഞാനൊരു 25 ലിറ്റർ പാല് രാവിലെ വീടുകളിൽ കൊണ്ടുകൊടുക്കും. സൊസൈറ്റിയിലപ്പോ എന്തായാലും കൊടുക്കാം. സൊസൈറ്റിയിൽ രാവിലെ 140 ലിറ്റർ പാല് സൊസൈറ്റി കൊടുക്കും. കൂടുതൽ സൊസൈറ്റിയിലാണ് മിൽമേലാണ് അളക്കുന്നത്. അതായത് മിൽമേൽ കൊടുക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കറക്റ്റ് 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും. അതൊരു സേവിങ്സ് ആണ്. അതായത് നമുക്ക് ഡെയിലി നമ്മൾ വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടി, അത് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോയി. മാസം തികയുമ്പോൾ കിട്ടിയാലും നമുക്കതൊരു സമ്പാദ്യമായിട്ട് വരുന്നില്ല. നമ്മുടെ അന്നത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കും. പക്ഷെ മിൽമാന്ന് ഞങ്ങൾക്ക് 10 ദിവസം കൂടുമ്പോൾ കിട്ടുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് കൊണ്ട് ആ പൈസ എന്നും അവിടെ ഒരു അത്യാവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ അതുപോലെ സബ്സിഡി അങ്ങനെയുള്ള സബ്സിഡി ഉണ്ട്. പഞ്ചായത്തിന്റെ സബ്സിഡി നമുക്ക് കിട്ടും. 4 രൂപ വെച്ച് 1 ലിറ്റർ പാലിന് സബ്സിഡി ഉണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കിട്ടും. അത് ഡെയിലി നമ്മൾ പാല് മിൽമാല കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ട്. 1 ലിറ്ററിന് 40 പൈസ വെച്ച്. അതായത് ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങൾക്ക് എന്ത് കിട്ടാനുണ്ടോ അത് മൊത്തം വാങ്ങിച്ചു തരും. അതിനൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എത്ര രൂപ കിട്ടും ചേച്ചി? സൊസൈറ്റിയിൽ ഇപ്പൊ നമുക്ക് പൈസ വില കൂടിയത് കൊണ്ട് ഒരു 46 രൂപ 47 രൂപ വെച്ച് നമുക്ക് കിട്ടും. പുറത്ത് ഇപ്പൊ 64 രൂപയ്ക്ക് കൊടുക്കുന്നത്. അതായത് ഇവിടെ 67-70 കൊടുക്കുന്നവരുണ്ട്. ഞാൻ എന്താ ഈ 65-64 കൊടുക്കണെന്ന് വെച്ചാൽ ഞാൻ മൊത്തം പാലും മിൽമാല ഇളക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ എനിക്ക് അവിടെ കിട്ടുന്ന 64 കൂടുതലാണ്. അപ്പൊ പിന്നെ ഞാൻ അതിലൊരു വില പേശിൽ ഇന്നലെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നെ എല്ലാവരും വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സൊസൈറ്റി കൊടുത്തിട്ട് ഇത്രേ കിട്ടുന്നു. ഉപകാരമാണ്. അതിൽ കൂടുതൽ കിട്ടുന്നു. പലരും പറഞ്ഞ സംഘത്തിൽ അളക്കുന്നു കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? സംഘത്തിൽ പാലളക്കുമ്പോ നഷ്ടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ കിട്ടുന്ന പൈസ നമുക്ക് ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതായത് എനിക്ക് 10 ദിവസം കൂടുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടിയാൽ ആ 1 ലക്ഷം രൂപയിൽ നമ്മുടെ തീറ്റക്കാശ് കഴിച്ചും ബാക്കി പൈസ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ആ സ്ഥാനത്ത് എനിക്ക് പുറത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോവാണ്. എനിക്കൊരു സമ്പാദ്യത്തിന് അല്ലെങ്കിൽ ഒരു ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ 46 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഉള്ള ചിലവേ നമ്മൾ തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കണുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത്? കുറെ തീറ്റയൊന്നും ഞങ്ങൾ ഫാമിലിയില്ല. അതായത് സുപ്രീം ഉണ്ട്, ഫൈബർ ഉണ്ട്. കാണിക്കാവോ ചേച്ചി? സുപ്രീം വെച്ച് കഴിഞ്ഞാൽ പാലിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. 10 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് നമ്മൾ 4 കിലോ സുപ്രീം കൊടുക്കും. ഒരു 2 കപ്പ്, അതായത് 1 കിലോന്റെ ഒരു കപ്പാണ് 2 കപ്പ് ഫൈബർ കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ. അതിൽ താഴെയുള്ളവർക്ക് 3.5 കപ്പ് സുപ്രീം കൊടുക്കും. ഒരു 2 കപ്പ് ഫൈബറും കൊടുക്കും. വേറെ എക്സ്ട്രാ ഒന്നുമില്ല. കാൽസ്യം ഉണ്ട്. ഓർക്കാൾപ്പി എന്ന് പറഞ്ഞ കാൽസ്യം കൊടുക്കും. ലിവർ ടോണിക് കൊടുക്കും. അത് മുടങ്ങാതെ കൊടുക്കും. ഓക്കെ. അപ്പൊ ഞാൻ പറയും ഇപ്പോഴത്തെ അവസരത്തിൽ തീറ്റയ്ക്ക് വില കൂടുതലാന്ന് പറഞ്ഞു. അപ്പൊ സൊസൈറ്റിയിൽ അളന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയാൻ കാരണം? അതായത് പല കർഷകരും ഞാൻ കേട്ടിട്ടുണ്ട് പല തീറ്റകൾ കൊടുക്കും. തവിട്, പിണ്ണാക്ക്, പിന്നെ അതിനനുസരിച്ച് കുറെ ഐറ്റംസ് നമ്മൾ കൊടുക്കണം. നമുക്ക് അതൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും എന്റെ പശുക്കൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ പുല്ല്, ആവശ്യാനുസരണം പുല്ല്, അത് മതി നമുക്ക്. കൂടുതൽ തീറ്റയുടെ ആവശ്യമില്ല. എല്ലാവരും പറയണേക്ക കുറേ തീറ്റ കൊടുക്കണമെന്ന്. ഇല്ല, ഞങ്ങളുടെ പശുക്കൾ ഇപ്പൊ രാവിലെ കൊടുത്തതാ. ഇപ്പൊ അവർ ഒരു കരച്ചില ബഹളം ഉണ്ടോ നോക്കി, അവർക്ക് ഒരു കുഴപ്പമില്ല. ആ കിട്ടിയ തീറ്റ, അതായത് ഡെയിലി നമ്മൾ കൊടുക്കുന്ന ഒരു ഇതുണ്ട്, അതിൽ കൂടുതലും കൊടുക്കില്ല, കുറയ്ക്കുകയില്ല. അത് കഴിച്ച് അവർ ഇനി ഉച്ചയ്ക്ക് വൈകുന്നേരം 4 മണിക്ക് ഇനി ഞങ്ങൾ തീറ്റ കൊടുക്കും. അപ്പം അതുവരെ ഞങ്ങളുടെ പശുക്കളെ കൊണ്ട് ഒരു ശല്യമില്ല. പലരും നമുക്ക് കുറഞ്ഞ വിലക്ക് പശുക്കളെ വാങ്ങി. പക്ഷെ ചേച്ചി ഇവിടെ ചെയ്യുന്നത് കൂടുതൽ പൈസ കൊടുത്ത് ബാർഗെയിൻ ചെയ്യാതെയാണ് പശുക്കളെ വാങ്ങിച്ചത്. ഇതെന്താ ചേച്ചിക്ക് ഒന്ന് മുതലിക്കോ? ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോ പശുക്കൾക്ക് നല്ല വിലയുള്ള ഒരു സ്ഥലമാണ്. അതെയോ? ഞങ്ങൾ മാത്രമല്ല, ഇവിടെ മേടിക്കുന്ന എല്ലാ കർഷകരും 85, 90, 1 ലക്ഷം, 1.5 ലക്ഷത്തിനൊക്കെയാണ് പശുക്കളെ എടുക്കുന്നത്. അപ്പൊ അതില്
ഉള്ളതിലേക്ക് നല്ലത്. അതായത് എല്ലാവരും പശുവിനെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ചെന്ന് കണ്ടിട്ട് ഈ പശുവിനെ ഇന്ന് ഇവിടെ നിൽക്കട്ടെ, നാളെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പശുവിനെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടെ പശുവിന്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പറയണം ഇതിന് 1 ലക്ഷം തരണം എന്ന് പറഞ്ഞാൽ മാക്സിമം ചോദിക്കും, ചേട്ടാ ഇത്തിരി ഒന്ന് താഴ്ത്താൻ പറ്റും, ചിലപ്പോൾ ഒരു 2000-3000 താഴ്ത്തി. അപ്പൊ തന്നെ നമ്മൾ അതിനെ കൊണ്ടുപോരാണ്. പക്ഷേ ഞാൻ നാളെ വരാന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ പശു ഉണ്ടാവില്ല. അതെയാ, അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത. എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. അതായത് ഉറപ്പാണ് ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചാലും നമുക്ക് അതിനുള്ള ലാഭം ഉണ്ടാവും. പാല് ഉറപ്പാണ്. ഇനിയിപ്പോ അഥവാ പാലില്ലെങ്കിൽ അവർ തിരിച്ചെടുത്തോളും. അത് ഗ്യാരണ്ടിയാണ്. നമുക്ക് 10 ലിറ്റർ പാല് അവർ പറഞ്ഞു തന്ന 10 ലിറ്റർ പാലില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ചെന്ന് പറയാം പാലില്ല ഇതിന്. അപ്പൊ അവര് പറയാണ് കൊണ്ടുവന്നോ, തിരിച്ചു കൊണ്ടുവന്നോ. അപ്പൊ നമ്മുടെ മുതല് പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന വിലക്ക് പശുവിനെ കൊണ്ടുപോരുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട മുതൽ തിരിച്ചു വരുമ്പോൾ ഉണ്ടായില്ലെങ്കിലോ, നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കറന്നു, പാല് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത്ര പാല്. ഇവിടെ പശുക്കളെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി? പശുവിനെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പുറത്ത് തനിച്ച് കെട്ടും കുറച്ച് ദിവസത്തേക്ക്. കൊണ്ടുവന്ന ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഓൾറെഡി ഉണ്ട് അവർക്ക് തൈലേറിയ അനാപ്ലാസ്മ എന്തായാലും ഉണ്ട്. പിന്നെ അവരെ ഒരു 3-4 ദിവസം നമ്മൾ പുറത്ത് കെട്ടി ചികിത്സിച്ചതിന് ശേഷം മറ്റുള്ള പശുക്കളുടെ കൂടെ കൂട്ടിക്കെട്ടും. പിന്നീട് അവർക്ക് അസുഖം വരില്ല. നമ്മളിവിടെ വന്ന് അതിനുള്ള മരുന്നുകൾ ചെയ്യുന്ന പിന്നെ ഒരു പശുക്കൾക്കും അസുഖം വന്നിട്ടില്ല. ചില പശുക്കളുണ്ട് അതില് പിന്നെയും തുടരെ വരുന്നവര്, അവരെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലാണ് നമുക്ക് നഷ്ടം വരുന്നത്. പശുക്കൾ എപ്പോഴും ലാഭം മാത്രമല്ല നഷ്ടം ഉണ്ടാവും. അപ്പൊ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ? മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പശുവിനെ മേടിച്ചു കൊണ്ടുവന്ന അതായത് ഡേറ്റ് തികയാറായി 62,500 രൂപയ്ക്കാണ് ഞാൻ ഈ പശുവിനെ മേടിച്ചിരിക്കുന്നത്. ചെനപ്പശുവിനെ കൊണ്ടുവന്ന് നമ്മൾ പുറത്ത് കെട്ടി, നല്ല പശു എന്ന് പറഞ്ഞാൽ നല്ല പശു. എൻ്റെ വീഡിയോ ഇപ്പോഴും ഇതിൽ കിടക്കുന്നുണ്ട്. ആ പശുവിനെ കൊണ്ടുവന്നപ്പോഴൊന്നും പശുവിന് ഒരു കുഴപ്പമില്ല. പശു തീറ്റയും കൂടിയൊക്കെ ഉണ്ട്. പക്ഷേ പശു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ പശുവിന് കാൽസ്യം സാധനമൊക്കെ കൊടുത്ത് നമ്മൾ പുറത്ത് കൊണ്ട് അവിടെ കെട്ടി. പിന്നെ അത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പശുവിനും കൂടെ അഴിച്ചുകൊണ്ട് വന്നപ്പോൾ പശു വീണു. പശു വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു കാല് ഞൊണ്ടി നടക്കണം. അപ്പം തന്നെ ഡോക്ടർ വന്നു, കാൽസ്യം കയറ്റി എല്ലാം കയറ്റി. പക്ഷേ രാത്രി 10:30 വരെ ഞങ്ങൾ നോക്കിയെങ്കിലും പശു ചത്തുപോയി. അത്രയും നഷ്ടമുണ്ടായി നമുക്കല്ലേ. പശു ചത്തുപോയി. പശുവിൻ്റെ കുട്ടി മാത്രം ബാക്കിയായി. അത് നമുക്ക് ഒരിക്കലും ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരു സംഭവിച്ചതാണ്. ഒരു പശു നമ്മുടെ മുറ്റത്ത്, ഈ പറമ്പിൽ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് കുഴിച്ചിട്ടത് പശുവിനെയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് റിക്കവർ ആയ ചേച്ചി ശരിക്കും പറഞ്ഞാൽ? അതിന് ശേഷമാണ് പിന്നെ അടുത്ത പശു വീണത്. പക്ഷെ ആ പശു നമുക്ക് വലിയ അങ്ങോട്ട് നമ്മളോട് വന്നു നമ്മളായിട്ട് ഇണങ്ങിയിട്ടില്ല, ഒന്നും അറിയാത്തത് കൊണ്ട് അതങ്ങോട്ട്. പക്ഷെ ഇത് വീണപ്പോഴാണ് നമ്മളുടെ. പക്ഷെ അത്രയും പൈസ പോയി എന്നുള്ള സത്യം. പക്ഷെ ആ പശുവിനെ തന്നവൻ ഇന്നും എന്നോട് കടം വീട്ടിക്കൊണ്ടിരിക്കുക. അതായത് ഓരോ പശുവിനെ മേടിക്കുമ്പോഴും അതിനകത്ത് കുറേശ്ശെ പൈസ കുറച്ച് അതായത് സിന്ധു ചേച്ചിയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്. ഇനി ഒരു 3-4 പശുവിനെങ്കിലും തന്നാലേ സിന്ധു ചേച്ചിയുടെ നഷ്ടം നികറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ സാധാരണമാണ്. പശു വളർത്തലിൽ നമുക്ക് ലാഭമുണ്ട് നഷ്ടമുണ്ട്. പശുക്കൾ ചാവും, ചിലത് കൊണ്ടുവന്ന് നമുക്ക് കളിക്കാം. അവൻ തന്നതാണ് ഈ പശുക്കളെ, ഈ ആ കറുപ്പ്. അതായത് ഈ പശുവിനെ എനിക്ക് വെറും 48,000 രൂപയ്ക്ക് കൊണ്ടു തന്നത്. 48,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ പശുവിനെ എനിക്ക് 10 ലിറ്റർ പാലാണ് ഞാൻ കറക്കുന്നത്. അടിപൊളി, സൂപ്പർ. 10 ലിറ്റർ പാല് കറക്കണ പശുവാണ് 40. അതായത് ആ നഷ്ടം എങ്ങനെ നികത്താന്ന് ആലോചിച്ചുകൊണ്ടാണ് അവൻ ചെയ്യണത്. മനസ്സിന് ഭയങ്കര വിഷമമാണ്. അങ്ങനെ എനിക്കൊരു 3-4 പശുവിനെ അവൻ കൊണ്ടു തന്നിട്ടുണ്ട്. അതായത് നഷ്ടം അതിനകത്ത് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ആള്. അതേലോ, നല്ല കാര്യം. ഇനി നമുക്ക് ചേച്ചിയുടെ തൊഴുത്ത് പരിചയപ്പെടാട്ടോ. ഇതാണ് ചേച്ചിയുടെ അടിപൊളി തൊഴുത്ത്. 10 ലക്ഷം രൂപയായില്ലേ തൊഴുത്ത്? 10 ലക്ഷം രൂപയായി. നമ്മള് കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാനൊരു എണ്ണല്ലേ, അത് പണിയിപ്പിക്കുമ്പോ അതിന്റേതായ ഒരു നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. പക്ഷെ അടിപൊളിയായിട്ട് എങ്ങനെയാ ചേച്ചി ഇങ്ങനെ നല്ല രീതിയിൽ പണിയാൻ സാധിച്ചത്? ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്ലാനും കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാറ് ഹരീഷ് ബാബു സാറാണ് നമുക്ക് ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് എങ്ങനെ വേണം. അതായത് പശു ഇപ്പൊ ഇത് കണ്ടോ, ഈ കമ്പികൾ ഒന്ന് ചെരിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പൊ സാറ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കളുടെ മുതുക് പൊട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മുതുക് അടിക്കും, അവിടെ പൊട്ടും, പുഴുവയ്ക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ ഇപ്പൊ പശുക്കൾക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ മുതുക് തട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതായത് വെള്ളത്തിന്റെ സംഭവം, ഈ വെള്ളം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കാറ്. അങ്ങനെ ഓട്ടോമാറ്റിക് അല്ല, വെറുതെ പാത്രം തുളച്ചു വെക്കലാണ്. അപ്പൊ ഇത് വെക്കണം എന്നുള്ളതും സാറിന്റെ ഒരു ഇതായിരുന്നു. അതായത് ഓരോ ഘട്ടത്തിലും സാറ് പറയും ഇന്നതുപോലെ ചെയ്യട്ടെ. ചേച്ചി ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ.
ഫസ്റ്റ് നമ്മള് തറ തുടങ്ങി അല്ലേ? തറ തുടങ്ങി. അതായത് ഇതിന്റെ തറ നമുക്ക് താഴ്ത്തി കെട്ടാനൊന്നും പറ്റില്ല. ഇത് മൊത്തം വെട്ടുകല്ലാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ JCB വെച്ച് താഴ്ത്തി വെറുതെ ഒന്നും ഇങ്ങനെ വരണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ പുറത്താണ് ഇത് കെട്ടിയത്. അതുകൊണ്ട് തന്നെ തറ വലിയ കാര്യമായിട്ടുള്ള ഇതിൽ പൊക്കിയൊന്നും കെട്ടേണ്ട വന്നില്ല. ഇത് 11.5 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. അതിനകത്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് 10 മീറ്റർ നീളത്തില്, 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനുശേഷം തറ കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തറ കെട്ടി മണ്ണിട്ടതിന് ശേഷം ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തു. ചൂടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിയിലിട്ടിരിക്കുന്ന ഷീറ്റ് അത് ഒട്ടിച്ചു വെച്ചേക്കണത്. മുകളിലത്തെ ഷീറ്റിൽ അടിയിൽ ഇത് ഒട്ടിച്ചു വെച്ചേക്കണത് കൂളിംഗ് ഷീറ്റാന്ന് പറഞ്ഞുകൊണ്ട്. അത്യാവശ്യം പൈസയുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം പൈസ ചെലവാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും അത് കാറ്റും വെളിച്ചവും അതായത് പൊക്കത്തി കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് ചൂട് കുറയുന്നുള്ളതും അതും സാറിന്റെ ഒരു ഇതാണ്. ഇത് ഒരുപാട് ചൂടുള്ള ഏരിയയാണ്. നല്ല ചൂടായിരിക്കും. മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് ഫാൻ ഇട്ടാലും കാറ്റ് പുറത്തേക്ക് പോവുകയും വേണം, ചൂട് കുറയുകയും വേണം. അതിനാണ് നമ്മൾ ഇത്രയും പൊക്കത്തിൽ നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല പരമാവധി അതായത് ആ ഒരു ഇതിന്റെ ഫില്ലറിന്റെ ഹൈറ്റില് മൊത്തത്തിലാണ് ചെയ്തേക്കണത്. അതിലൊട്ടും കുറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ വേനൽക്കാലത്ത് നമുക്ക് ചൂടുള്ള സമയത്തും ചേച്ചി നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ. പണിക്കാരൊക്കെ മൊത്തത്തില് പണിയുന്നവർ പറയുന്നത് ഇതിൽ ചൂടില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഇവിടെ കയറി നിൽക്കണ കാണാം, ചൂടില്ല എന്നറിയാം. പിന്നെ അടുത്ത് ചെയ്തു. പിന്നെ നമ്മൾ അതിനുശേഷമാണ് പിന്നെ നമ്മള് അടി കോൺക്രീറ്റ് ചെയ്തു. പിന്നെ ഈ വർക്കുകൾ ചെയ്തു. ചെരിച്ച് ചെയ്തത് അതായത് പശുക്കളുടെ മുതുകൊന്ന് മുട്ടി പൊട്ടാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവിടെയാണ് പൊട്ട മുതുകുവശം, അവിടെ ഈ ചേർക്കും. പിന്നെ അത് പുഴു വെക്കും. ഇപ്പൊ പശുക്കൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ട്, അവര് നല്ല സുരക്ഷിതരായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വശത്ത് നമ്മൾ ചെറുത് പശുക്കളെ കെട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഒന്ന് താഴ്ത്തി അടിച്ചത്. അല്ലെങ്കിൽ പൊക്കം കൂടിയ ഒരു ചാടുള്ളൂ. ഇവിടെ നമ്മൾ വലിയ അതായത് വലിയ പശുക്കൾക്ക് വേണ്ടി. അപ്പൊ പിന്നെ അവർക്ക് അവരുടെ സൗകര്യം, അല്ലെങ്കിൽ ചാടില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് പറഞ്ഞ ക്രോസ് ബ്രീഡ് പശുക്കള്, ചെറുത് പശുക്കളാണ്. പക്ഷെ പാലിലൊന്നും കുറവുള്ളവരല്ല കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മള് അപ്പുറത്തൊരു ചാർത്ത് പണിയാന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇനിയിപ്പോ അത് വേണ്ടാന്ന് വെച്ചോണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ ബീഡിങ് പിടിപ്പിച്ച്, അതായത് കറവയുടെ സമയത്ത്, അതായത് ഞങ്ങൾ ഇവിടെ കുട്ടികളെ വളർത്താൻ ഞങ്ങൾക്ക് സാഹചര്യം ഇല്ല. സ്ഥലപരിമിതി ഉണ്ട്. കുട്ടികൾക്ക് ഒരുപാട് സ്ഥലം വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് ഈ വശത്തുള്ളവർ തന്നെ മേടിച്ചുകൊണ്ട് പോകും പശുക്കുട്ടികളെ. അതായത് ഒരുപാട് വിലക്കൊന്നുമല്ല നമ്മൾ ചിലപ്പോൾ 1000-2000 തരും, അവർ കൊണ്ടുപോകും. ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്റെ കുട്ടികളൊക്കെ. അതെല്ലേ. അപ്പൊ അവർക്ക് നിൽക്കാൻ ചെറിയൊരു സ്പേസ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ചെറിയ മാറ്റ് ഇട്ടിട്ടുണ്ട് അവർക്ക്, ചെറിയ മാറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മള് ഇവിടെ മാറ്റിട്ട് കൊടുത്തു. ഇത് ഹരിതക്കാരുടെ മാറ്റാ, നമ്മൾ മേടിച്ചതാ. അതെ. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡിങ്ങിങ് സിസ്റ്റം അല്ലേ, അത് ഹരിതയുടെയാണ്. പിന്നെ ഒരു ടൈൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ടൈൽ ഒട്ടിച്ചു. ചേച്ചി തീറ്റ നമ്മള് വെറുതെ ഇട്ട് കൊടുക്കല്ല, നമ്മൾ വട്ടയിൽ വെച്ച് കൊടുക്കുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ എന്റെ പശുക്കൾക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ്. അതായത് അവരുടെ ഇവര് തിന്നും, അവരുടെ വെച്ചത് അവിടെ ഇരുന്നോണ്ട് ഇവരുടെ തിന്നും, എന്നിട്ട് വേണം ഇത് തിന്നാനായിട്ട്. അതുകൊണ്ട് വട്ടയിൽ വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ ഇതിങ്ങനെ കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? കുളിപ്പിക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്ന് ഒഴുകി കണ്ടിട്ട് നേരെ കണ്ടോ നമ്മള് ഇത് നമ്മുടെ വേസ്റ്റ് വെള്ളം പോകാൻ, അതായത് നമ്മൾ പശുക്കള് കുടിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യല്ലോ. അപ്പൊ ഈ വെള്ളം ഇതിനകത്തേക്ക് വരും. കണ്ടോ ഇതിനകത്ത് വന്നിട്ട് ഇതിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ വൈക്കോലിന്റെ പൊടിയൊക്കെ ഇതിലൊഴുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കളയും. വൈകുന്നേരം അതൊക്കെ വാരിക്കളഞ്ഞ് വൃത്തിയാക്കും. എന്നിട്ട് ഇതിൽ നിന്നാണ് പിന്നീട് ഈ വശത്തുണ്ട്, അത് രണ്ട് സൈഡിലുണ്ട്, അത് ഇതിൽ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഔട്ടർ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പശുക്കളുടെ മൂത്ര സാധനങ്ങളൊക്കെ ഒഴുകി വരും. കുളിപ്പിക്കുന്ന വെള്ളം, അതായത് നമ്മൾ പാത്രം കഴുകുക എന്തെങ്കിലും വെള്ളമൊക്കെ എടുത്താൽ ആ വെള്ളമൊക്കെ ഇതിനകത്ത് വരും. ഇതാണ് ഔട്ടർ, ഇതിനകത്ത് വരും. കണ്ടോ, അത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അത് ഫുള്ളായി ഇതിലേ ഇങ്ങോട്ട് പോരും. ഇതിൽ വന്ന് ഇതിനകത്തു നിന്നാണ് ഈ ടാങ്കിലോട്ട് പോണത്. വലിയ ടാങ്കിലോട്ട് പോണത്. അതുപോലെ ഇവിടുന്നും ഒരു പൈപ്പ് ഇട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തേക്കണം. ഇതിന്ന് ഇതിലേക്ക് തന്നെ വരും. അതായത് എല്ലാം കൂടിയിട്ട് ഇതിൽ വന്ന് ഇതിൽ നിന്ന് വേണം ഇതിനകത്ത് പോവാനായിട്ട്. അപ്പുറത്തേക്ക് പോകും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാരാം, തുറന്ന് നമുക്ക് വാരി ക്ലീൻ ആക്കി എടുക്കാം. ഇതിനകത്ത് വെള്ളം മാത്രമേ വരൂ. എന്നിട്ട് ഈ വെള്ളം എന്ത് ചെയ്യും? ഈ വെള്ളത്തിനെയാണ് നമ്മൾ ടാങ്ക് വെച്ചിട്ടുണ്ടോ. നമ്മളൊരു കൃഷി സ്ഥലം, ഈ ഫാം അല്ലാതെ ചേച്ചി ഒരു ഫാം വേറെ ലീസിന് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു 16 പശുണ്ട്. അതെല്ലേ, അടിപൊളി ഇത് ഇപ്പോഴാണ് പറയണത് അല്ലേ. ആ ഫാമിൽ താൽസിപ്പല് നട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ടാങ്കിനകത്ത് ഒഴിച്ചിട്ട് ചേട്ടന് വണ്ടിയുണ്ട്, ഏസ് ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്. ആ വണ്ടിയിൽ കയറ്റി വെച്ച് നമ്മൾ അവിടെ കൃഷി സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ
ഒഴിക്കും. അതിനുള്ളത് ആയിട്ടില്ല ഇപ്പൊ എന്ന് വെച്ചിട്ട് ഇതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു അഴുക്ക അസുഖതയോ ഒരു പ്രത്യേകിച്ച് ഇത് തുറന്നാൽ ഒരു സ്മെല്ലോ ഇവിടെ ഒരു സ്മെല്ലും. ഞാൻ ചോദിച്ചു ഇത്രയും വൃത്തിയായിട്ട് ഈ ഫാം എങ്ങനെ ഇടുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഭയങ്കര നീറ്റാണ് അത്. ഇനി ചാണകക്കുഴി ഇതാട്ടോ, ഇതും വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതെന്ത് ചോദിച്ചാൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാലേ വേനൽക്കാലത്ത് നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിലിട്ട് ഉണക്കി കൊടുക്കലാണ് പണി. അതായത് ഈ പറമ്പ് വെറുതെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിരത്തി ഇട്ടിട്ട് ഉണക്കി ചാക്കിലാക്കി കൊണ്ടുപോകും. ഇവിടെ എല്ലാവരും മേടിച്ചുകൊണ്ട് പോകും. അതെയല്ലേ, ഫുള്ളും. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചാണകം നമ്മളിടും. നമ്മള് മഴക്കാലത്ത് നമുക്ക് ഇവിടെ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആവശ്യമില്ല. അതായത് ഇവിടെ മൊത്തത്തിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിക്കൊണ്ട് ഏതെങ്കിലും പറമ്പിൽ കൊണ്ട് തട്ടിക്കൊടുക്കും. പുല്ല് വെട്ടി തരുന്നവരുണ്ട്, പുല്ല് വെട്ടാൻ അനുവാദം തരുന്ന അവരുടെ പറമ്പിൽ നമ്മൾ കൊണ്ടിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് അവർ വന്ന് വണ്ടിക്കാർ വന്ന് അപ്പൊ കൊണ്ടുപോയിക്കോളും. അറിയുന്നതിനനുസരിച്ച് വണ്ടിക്കാർ വന്ന് കൊണ്ടുപോകും. ഇല്ലാത്തുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണക്കാണ് ചെയ്തത്. ഇനിയിപ്പോൾ അത് നടക്കില്ല. അതെന്താ അങ്ങനെ പറയാൻ അതെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് പണിതതിന്റെ പേരില്, അതായത് ഇതാണ് നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ, ഇത് മൊത്തത്തില് വെട്ടുകല്ലാണ്. ഇതൊക്കെ കല്ല് കണ്ടോ, ഇതിപ്പോ വെള്ളം വന്നാലും അങ്ങ് അരിച്ച് ഊറി താഴത്തേക്ക് പോവുള്ളൂ. ഈ കല്ലാണ്. ഈ കല്ലൊക്കെ നമ്മൾ JCB കൊണ്ടുവന്ന് ചിറ്റാച്ചി കൊണ്ടുവന്നൊക്കെ മാന്തി പൊളിച്ചാണ് ഈ സംഭവമൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മൊത്തം കല്ലും പുറത്താണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന വെള്ളം നമുക്ക് സത്യം പറഞ്ഞ ഒരു തരി വെള്ളം പോലെ നമ്മൾ പുറത്തേക്ക് വിടണില്ല. ആ ടാങ്ക് നമ്മൾ, അതായത് സെപ്റ്റിക് ടാങ്ക് എങ്ങനെയാണോ ചെയ്തേക്കണേ അത്രയും വൃത്തിയായി അടി കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ട് എല്ലാ വെള്ളം നമ്മൾ അതിനകത്ത് വിടുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാം ആരംഭിച്ചിട്ട് ജൂൺ 10 ഈ ഫാമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അതിനുശേഷം കൊണ്ട് ഇവിടെ നിന്ന് ഒഴുകി ചെന്ന വെള്ളം ഈ അയൽവക്കങ്ങളുടെ കിണറുകളിൽ എത്തിയെന്നാ പറയണേ. അതൊരിക്കലും സാധ്യമാവില്ല എനിക്ക്. കാരണം ഇത്രയും സ്പേസ് ഉണ്ട്, നല്ല അകലമുണ്ട്, വീട്ടുകാർ തമ്മിൽ അങ്ങനെ അകലമുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒട്ടും വെള്ളം പോലെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കണേ. നമ്മളെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത്. നമ്മുടെ വീട്ടിൽ കുറച്ച് ശൂരവും മണവും വെള്ളവും വന്നാലും മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അവിടെ കെട്ടിയടച്ചിട്ടേക്കും, അവർക്കും കെട്ടിയടച്ചേക്കും, ഇങ്ങനെ ഷീറ്റ് കവർ ചെയ്തിട്ട്. അതായത് ഇനിയിപ്പോ ആർക്കും ഒരു ഉപദ്രവം വേണ്ട. നമ്മളുടെ പശു ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വെട്ടം വെളിച്ചോ അല്ലെങ്കിൽ അവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് ഈ വശത്തേക്ക് നമ്മൾ ഒരു പശുവിന്റെ ഒരു മാലിന്യം പോകാൻ പാകത്തിന് ഉപയോഗിച്ചിട്ടില്ല. നീറ്റാണ്. സാധാരണ ഒരു കൃഷിയിടത്തിലെ ഒരു സംഭവം. ഇതെന്താ ഇവിടെയൊക്കെ ചെയ്തേക്കുന്നത്? ഇത് നമ്മളൊരു കൃഷി ചെറിയതായിട്ട് പയറൊക്കെ നടാൻ വേണ്ടിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ്. പക്ഷെ ഇനിയിപ്പോ അത് ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും പരാതി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതും വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ, വെറുതെ പ്ലെയിൻ ആയിട്ട് കിടന്നോട്ടെ. വന്ന് കാണുന്നവർക്ക് നമ്മളിനി അത് ചെയ്ത് അതിന്റെ കുടയ്ക്ക് വെള്ളം ഒഴിച്ചു എന്നുള്ളൊരു പരാതി വരില്ല. അപ്പൊ അതും വേണ്ടെന്ന് വെച്ചാൽ അതും ഞങ്ങള് വേണ്ടെന്ന് വെച്ചാൽ അവിടെ കിടന്നോട്ടെ. ചേച്ചി അപ്പൊ എങ്ങനെ ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണിയാൻ കാലത്ത് നമ്മൾ പെർമിറ്റ് എടുത്തു പഞ്ചായത്തിൽ നിന്ന്. അപ്പൊ ഫാം പണിയാനാന്ന് പറഞ്ഞപ്പോ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി നേരിട്ട് വന്നു. സാധാരണ അങ്ങനെ വരവില്ല, പക്ഷെ എന്നാലും പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയും ഒരു സ്റ്റാഫും കൂടി നേരിട്ട് വന്നിട്ട് ഈ സ്ഥലം കണ്ട് ബോധിച്ചതിന് ശേഷമാണ് നമുക്ക് പെർമിറ്റ് തന്നത്. അപ്പൊ നമുക്ക് ഇത് മണ്ണെടുക്കണമായിരുന്നു. അതായത് ആ സ്ഥലത്തിന് പൊക്കത്തിൽ നിന്നിരുന്നു. അപ്പൊ നമ്മൾ മണ്ണെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ലെവൽ, അതായത് നമ്മുടെ വീടിനോട് ചേരയാക്കി എടുത്തത്. അപ്പൊ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ 20 പശു വരെ വളർത്തുന്നതിന് എന്തിനാ ലൈസൻസ് എടുക്കണേ, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് 20 പശു വരെ വളർത്താന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോഴാണ് പരാതികൾ ഇങ്ങനെ വന്നു തുടങ്ങിയത്. അതായത് ചാണകം വെള്ളം പോയി, അതായത് ഞാനിവിടെ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഈ ഫാം നടത്തുന്നതെന്നാണ് പരാതി. അതായത് പൊതുജനങ്ങൾക്ക് സമൂഹത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശൂര് മണം അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഫാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നു, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ 2-3 പ്രാവശ്യം വന്ന് അവരിവിടെ അളന്നു. ഇവിടെ പ്രത്യേകിച്ച് പരാതിക്ക് കാരണങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയില്ല നടക്കണേന്ന് അവർ പറയുകയും ചെയ്തു. എന്നിട്ടും പരാതി തീർന്നിട്ടില്ല. ഇപ്പോൾ ഈ പരിസരത്ത്, അതായത് ഇതിനോടനുബന്ധിച്ച ആളുകൾ മാത്രമല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ മേൽഡൂരിലുള്ള മൊത്തം ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് പരാതി. അപ്പൊ എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഞാൻ അതുമാതിരി ഒരു സ്ഥലത്ത് ഞാൻ ആദ്യം നടത്തിയ പോലെ വീടിനോട് ചേരെ വെള്ളം പറമ്പിലേക്ക് അടിച്ചൊഴിച്ച് അന്നാണ് ഇവർ ഈ പരാതിക്ക് പോയെന്നുണ്ടെങ്കിൽ കാരണമുണ്ട്. ഇന്ന് ഈ പരാതി എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇതുമാതിരി ഒരു സംരംഭം തുടങ്ങാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചു. ഒരുപാട് വെച്ചാൽ ഇന്നിപ്പം എന്റെ കയ്യിൽ സമ്പാദ്യം എന്ന് പറയാൻ ഒന്നുമില്ല, ഒക്കെ ഞാൻ ഇത് ഇറക്കി കഴിഞ്ഞു. ഈ ലോൺ അടയ്ക്കണം, ഇതെല്ലാം ചെയ്യണം. ഇപ്പൊ എന്റെ ഭർത്താവിന് വയ്യാത്തത് കൊണ്ട് ജോലി നിർത്തി വന്നു. അപ്പൊ നമ്മുടെ കുടുംബം കഴിയണം, ഒക്കെ ഇതിൽ നിന്ന് വേണം നടക്കാൻ. ഇത് മുടക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്.
പഞ്ചായത്തിന് അപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്ത് പേപ്പറൊക്കെ തന്നില്ല അവര്? നമുക്കാരും ഒരു പേപ്പർ ഇങ്ങോട്ടേക്ക് തന്നിട്ടില്ല. അതിന് എന്താവും അറിയില്ല. അന്ന് ഞാൻ വീണ്ടും പരാതി അന്ന് എന്നോട് പറഞ്ഞത് ഇവിടെ ഒന്നും ഇല്ലാന്നാണല്ലോ ഞാൻ റിപ്പോർട്ട് കൊടുത്തേന്നാണ് പറഞ്ഞത്. ഇനി അത് എന്താവും എന്ന് എനിക്കറിയില്ല. എന്താ പറയാ, കാശുള്ളവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല, അതിന്റെ പേരിൽ എന്താവും. അതായത് ഇപ്പൊ ഇതെന്റെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഇത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ ആത്മഹത്യാ മാർഗം അത് മാത്രമായിരിക്കുന്നത് ഞാൻ ഇപ്പൊ പറയാം. അത്രേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടായിരുന്നൊക്കെ, അതായത് എൻ്റെ മോള് വയ്യാത്തതുകൊണ്ട് അവൾക്ക് വെച്ച് സ്വരൂപിച്ച് വെച്ചതുപോലെ നമ്മൾ ഇതിനായി ഇറക്കി കഴിഞ്ഞു. ഇവർക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു ഇത് തുടങ്ങുന്നതിന് മുമ്പ്. അതായത് നമ്മളൊരു വേറെ സ്ഥലം മേടിക്കാൻ പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഇതിവിടെ നടക്കില്ല, നമ്മളത് ഒഴിവാക്കി എന്നുപോലെ. ഇത് തുടങ്ങിയപ്പോൾ അവർക്ക് പറയായിരുന്നു ഇവിടെ ഫാം പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് പാറ്റി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് എന്തിനാന്ന് എനിക്കറിയില്ല. ചേച്ചി കടം വാങ്ങിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ചേച്ചിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാണ് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. സപ്പോർട്ടിംഗ് ഒന്നും ഒരു പ്രതീക്ഷയില്ല. വരുമാന മാർഗമാണിത്, വേറെ വഴിയില്ല. നമ്മൾ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്ത് സാധാരണ എല്ലാവരും എന്ത് ചെയ്യും, അവനവന്റെ മുറ്റം വൃത്തിയാക്കിയിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ഭാഗത്ത് ചെയ്യും. ഇത് നമ്മുടെ മുറ്റത്ത് തിട്ട് നമ്മൾ ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയോ, ആർക്കൊരു ഉപദ്രവം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുഴിയാണെങ്കിലും ഇതാണെങ്കിലും പണിയുമ്പോൾ ഈ പറയുന്ന പരാതിക്കാരൊക്കെ ഇതിലെ പോയിരുന്നു, കണ്ടിരുന്നു. അന്ന് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പക്ഷെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ടൊക്കെ മാറി മറിഞ്ഞു. അപ്പോൾ അവരുടെ ഉദ്ദേശം ഇത് വളരരുതെന്നാണോ, അത് നിർത്തണം എന്നാണോ, എന്താണെന്ന് എനിക്കറിയില്ല. ഇതേവരെ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നു പോയവരാരും എന്നോട് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നാളെ എന്താവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. വിലപ്പെട്ട സമയമല്ല, എന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു ഒന്ന് വരുവോ എന്ന് പറഞ്ഞ്. അതിനാണ് എന്താ വെച്ചാൽ നിങ്ങളും അറിയണം. അതായത് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങളും അറിയണ്ട. നിങ്ങളും മാത്രമല്ല, നിങ്ങളിലൂടെ മറ്റുള്ളവരും അറിയണം. അതായത് ഒരു പക്ഷേ എന്റെ ഒരു ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിന്നും വരാം. പ്രചോദനം തന്നെയാണ്, അതുമായിന്ന് വരാം. ഇതുപോലെ ഒരു വയ്യാത്ത മക്കളുള്ള അമ്മമാരൊക്കെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്നവര്, അതിനൊരു സാഹചര്യം വന്ന് അവരും ചെയ്യട്ടെ. ഒരു ചെറിയ വരുമാന മാർഗം. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സിന്ധു എന്ന വീട്ടമ്മയുടെ അതിജീവനമായ പശു വളർത്തലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു പശു വളർത്തൽ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.